കടത്തനാടൻ അമ്പാടി കോടതി എന്നെ ഏൽപ്പിച്ചു അത് പൂർത്തിയാക്കി കൊടുക്കാനായിട്ട്. അതിൻ്റെ ഇടയിൽ അതിലെ പ്രധാന ആക്ടർ പ്രേം നസീർ മരിച്ചുപോയി. അപ്പോൾ അത് പൂർത്തിയാക്കാൻ അതൊരു വിഷമം. പക്ഷെ അതിന് പ്രേം നസീറിൻ്റെ അനിയൻ ഏകദേശം രൂപപ്പെട്ടാൽ ശരിയാകുമല്ലോ എന്ന് വിചാരിച്ചു. പ്രേം നവാസ് അതങ്ങനെ ശരിയായി. അങ്ങനെ ശരിയായി വന്നപ്പോഴത്തേക്ക് സ്വരത്തിൻ്റെ ആ സ്വരം കൊടുക്കാനായിട്ട് ആളില്ല. അങ്ങനെ ഷമ്മി ആ സ്വരം കൊടുത്ത് ആ പുലിവാല പിടിച്ചതിൽ നിന്ന് സിനിമ കണ്ടിട്ടുള്ള പലർക്കും ഒരുപക്ഷെ അല്ലേ, പല പ്രേക്ഷകർക്കും ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും. നസീർ സാർ തന്നെ ഡബ് ചെയ്തു എന്നാണ് പലരും വിചാരിച്ചിട്ടുണ്ടാവുക. അതൊരു വലിയ സംഭവമായിരുന്നു. കാര്യം ഞാനന്ന് ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിൻ്റെ ഒരു നാടകം അച്ഛൻ ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഈ ചെക്കിങ്ങിനായിട്ട് പോയിരിക്കുക ചാലക്കുടിയിൽ. അപ്പോൾ ഇവിടുന്ന് അന്വേഷിക്കുന്നുണ്ട് ഞാൻ അവിടെ ഉണ്ടെന്ന് വീട്ടിൽ വിളിച്ചിട്ട് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ചാലക്കുടിയിലുണ്ടെന്നറിയാം. അപ്പോൾ അങ്ങനെ 3 തിയേറ്ററിൽ അവിടെ ചാലക്കുടിയിലുള്ള 3 തിയേറ്ററിൽ സ്ലൈഡ് എഴുതി കാണിക്കുകയാണ് ഷമ്മി തിലകൻ ഇവിടെ ഉണ്ടെങ്കിൽ മാനേജറായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ ഞാൻ പേടിച്ചു, വേറെ അച്ഛൻ്റെ ഡ്രൈവിംഗ് അറിയാമല്ലോ, അപ്പോൾ അതുമല്ലോ ആണ്. അപ്പോൾ മാനേജർ വിളിച്ചപ്പോൾ ഞാൻ അങ്ങനെ പപ്പ വിളിച്ചിരുന്നു, ഇങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചാണക്യൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്.